ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട് മായക്കാറ്റെ നില്ല് നില്ല് ചിത്തിര കയ്യിലെന്തുണ്ട് അത്തിമരത്തിലെ കൊച്ചു കിളിക്കൂട്ടിൽ പുള്ളിക്കുയിൽ കുഞ്ഞ് കൊഞ്ചും കൂറുമൊഴിയോ നെറ്റുപെരുകണ പൊന്മയിൽ പിലിയോ ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല്. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ പുതിയ ആൾ വന്നിട്ട് ഇന്നത്തേക്ക് 2 ആഴ്ചയായി. കൃത്യം ഇന്നത്തേക്ക് 2 ആഴ്ചയായി. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് ഇവിടുത്തെ ഒരു ഓഫീസിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ 2 കുട്ടികളുടെ കൂടിയുള്ള ഇന്നത്തെ ഒരു ഡേ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒരാളത് ഉറക്കത്തെ യസു ചേച്ചി ഇവിടെയുണ്ട്. യസു ചേച്ചി പക്ഷേ എഴുന്നേറ്റ് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് കാരണമാണ് യസു ചേച്ചി ഹലോ ഗൈസും നമസ്കാരവും ഇൻട്രോയിൽ പറയാനത്. അല്ല യസു പല്ല് തേച്ചിട്ട് ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പിന്നെ ഈ കുട്ടീനെ ഒന്ന് ഒരുക്കിയെടുക്കണം. ആൾ രാവിലെ 6:30 എഴുന്നേറ്റിരിക്കുന്നതാണ്. ആളുടെ പാമ്പേഴ്സൊക്കെ മാറ്റി ആളെ റെഡിയാക്കി എടുക്കണം. അത് കഴിഞ്ഞ് ആൾ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും. അല്ലേ, ഉറങ്ങില്ലേ? ഉറങ്ങും. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ സ്മൂത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം. സ്വാഗതം എന്ന് പറയും. സ്വാഗതം. ഇനി പോയി പല്ലേക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൽ ബ്ലൂബെറി ഉണ്ട്, അവോക്കാഡോ, പഴം, പാല്, പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ്. കുടിക്കൂ കുടിക്കൂ കുടിക്കൂ. ടേസ്റ്റാണ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് ഒരു നേഴ്സ് വരും, മിഡ് വൈഫ് നേഴ്സ് വരും. ഹെബാമെ എന്നാണ് ഇവരെ ജർമ്മനിൽ വിളിക്കുന്നത് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഓമ, അപ്പോൾ ഓമ വെച്ച് അമ്മാമ്മ എന്നാണ് അർത്ഥം. അപ്പോൾ അതെ, ഈ ചായ നമുക്ക് ഇവർ തരുന്നതാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലീഡിങ്, യൂട്രസിലുള്ള ബാക്കി ബ്ലഡും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് പോകാനായിട്ട് അവർ തരുന്ന ഒരു ചായയുടെ പൊടിയാണ്. ഇതിൽ പൊടിയല്ല, ഇതിൽ കുറച്ച് ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് കുറേ പച്ചമരുന്നുകളും കുറേ ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കില്ലേ. പക്ഷെ അതിന് പകരം ഇവിടെ ആകെ കൂടി ഇവർ നമുക്ക് തരുന്നത് ഇതാണ്. വേറെ പച്ചമരുന്നുകളൊന്നും ഇല്ല. പിന്നെ ബ്ലഡ് പോകാനൊക്കെ ആയിട്ട് ഇവർ പറയുന്നത് നമ്മൾ നടക്കണം എന്നാണ്. എപ്പോഴും കിടക്കാതെ നടക്കുന്നത് ഭയങ്കര ഇതായിട്ട് നടക്കാണ്ട് പതുക്കെ നടക്കുക. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പതുക്കെ ചെയ്യുക. പിന്നെ വെയിറ്റ് ഒന്നും ലിഫ്റ്റ് ചെയ്യാതിരിക്കുക. വെയിറ്റ് ഒരു 6 ആഴ്ചത്തേക്കൊക്കെ കുഞ്ഞിൽ നിന്ന് വെയിറ്റ് എടുക്കാതിരിക്കുക. പിന്നെ അത്യാവശ്യത്തിന് റെസ്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ ചായ നമുക്കിവിടെ ഇതേപോലെ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ ഇതിൽ പെരിഞ്ചീരകമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ഇലകളൊക്കെയാണ് കാണുന്നത്. ഇത് ചൂടാറി കഴിഞ്ഞത് കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സ്മൂത്തി കുടിക്കാം, അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കും. ഞങ്ങൾക്കൊരു 11 മണി ആകുമ്പോഴാണ് ചെല്ലേണ്ടത്. അപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നു. അപ്പോൾ അതിന് മുൻപ് ഇതും കഴിക്കണം. പിന്നെ വിശക്കാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങളിന്ന് പുട്ടും കടലയും കൂടി കഴിച്ചിട്ടായിരിക്കും ഇറങ്ങാം, അല്ലേ? അപ്പോൾ ഈ കുട്ടിക്ക് വിശന്ന് തുടങ്ങിയിട്ടാ. അപ്പോൾ ഇവരെ ഞങ്ങൾ പ്രഭാതം കാണിക്കുകയാണ്. ഇന്ന് പ്രഭാതമില്ല, സൂര്യനില്ല, ഇന്ന് മഴ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ പാമ്പേഴ്സ് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇവിടെ പാമ്പേഴ്സ് മാറ്റുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ റാഷസ് വരാറുണ്ട്. അപ്പോൾ റാഷസിനൊന്നെങ്കിൽ ഇവിടെ നമുക്ക് DM എന്ന് പറഞ്ഞ ഷോപ്പിൽ പെനാറ്റിൻ ക്രീം വാങ്ങിക്കാൻ കിട്ടും. അത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. സൂര്യ അതാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ വന്ന നേഴ്സ് ഞങ്ങൾക്ക് പറഞ്ഞതാണ് കട്ടൻ ചായ ഉണ്ടല്ലോ, നമ്മുടെ കട്ടൻ ചായ അതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇത് നമ്മൾ പാമ്പേഴ്സ് മാറ്റുമ്പോൾ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ വെള്ളം ഉപയോഗിക്കുക. അപ്പോൾ റാഷസ് പോവും എന്നാണ് പറയുന്നത്. യസൂന്ന് പേര് കേട്ടപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്. അതെ, നീയാണ് മോളെ. അപ്പോൾ ഇനി ഇവൻ്റെ പാമ്പേഴ്സ് മാറ്റണം, ഇവനൊന്ന് ഒരുക്കിയെടുക്കണം. പിന്നെ ഞങ്ങൾക്ക് ഒരുങ്ങണം. മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടി വരാണ്. അത് കാരണം സമയം കുറച്ചുകൂടി കൂടുതൽ നമ്മളെടുത്തിട്ടാണ് പരിപാടികൾ ചെയ്യുന്നത്. ഇപ്പോൾ 8 മണി ആയിട്ടുള്ളൂ കേട്ടോ. എങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്ത് വയ്ക്കുകയാണ്. കാരണം അവിടെ നേരത്തിന് എത്തണം, അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഒരുങ്ങി കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് കാണാം. ഹലോ ഗൈസ്, നമസ്കാരം. ನಾನು ಅಂತ എൻ്റെ ബേബി വന്നത്
അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. രാവിലത്തെ സ്മൂത്തി ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റ് വരുമ്പോഴുള്ള വിശപ്പിന് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് രാവിലെ സ്മൂത്തി കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ ഇന്ന് പുട്ടും കടലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, എൻ്റെ റോബിൻ ചേട്ടനാണ്. ആളാണ് ഇപ്പോൾ എല്ലാ ഫുഡിനെ റോബിൻ സെബാസ്റ്റ്യൻ. അപ്പോൾ കടലയും പുട്ടും പിന്നെ പുഴുങ്ങിയ മുട്ടയും പിന്നെ പാലും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങൂട്ടാം. പിന്നെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിന് പോകുമ്പോൾ നമുക്ക് കുറച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഞങ്ങളെല്ലാവരുടെയും ഒരുങ്ങി കഴിഞ്ഞു, നമ്മൾ പോവാറായി. അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ ഫയൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ അപ്പൻ്റെ അമ്മയുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ പാസ്പോർട്ട്, വിസ. അതുകൂടാണ്ട് നമുക്കിവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവൻ ജനിച്ച സമയത്ത് 2 പേപ്പർ കിട്ടിയായിരുന്നു. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗബൂസ് ഷൈനിങ്ങും, രണ്ടാമത്തത് കുട്ടിയുടെ പേരൊക്കെ എഴുതിയിട്ട് ഉള്ള, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു പേപ്പറും. അപ്പോൾ ഇങ്ങനത്തെ 2 പേപ്പറും കൊണ്ടുപോകണം. അതിൽ നമ്മൾ 2 പേരും സൈൻ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ 2 പേരും കൂടി ഒരുമിച്ച് പോകുന്നു. പോണ സമയത്ത് ഒരു ജർമ്മൻ സംസാരിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നുണ്ട്. കാരണം ഈ സൂണിൻ്റെ ടൈമിൽ നമുക്ക് ഒട്ടും ജർമ്മൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം അറിയാമെന്നല്ല, എങ്കിലും ഇപ്പോൾ ഇത്തിരി ഭേദമാണ്. പക്ഷേ ആ ടൈമിൽ ഒട്ടും അറിയാത്ത കാരണം നമ്മൾ ജർമ്മൻ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് വേറൊരാളെ കൂടെ കൂട്ടിയിരുന്നു. അതാണ് പറഞ്ഞത്, ഭാഷയിലാണ്ട് ഇവിടെ ഒന്നും നടക്കില്ല. പിന്നെ ഇപ്രാവശ്യം ഇപ്പം നമ്മൾ 2 പേരും കൂടി പോകുന്നു. പിന്നെ ഇന്ന് കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇന്ന് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ദിവസമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ കളക്ട് ചെയ്യാനായിട്ട് ഇനി ഞാൻ പോകേണ്ട ആവശ്യം വരില്ല. പക്ഷേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഞാനും കൂടി പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫയലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇനി നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ ഏത് ഓഫീസിലോട്ടാണ് പോകണേ എന്ന് പറഞ്ഞില്ല. അതായത് ഇവിടെ നമുക്ക് രജിസ്റ്റർ ഓഫീസ് ഉണ്ട്, സ്റ്റാൻഡ് സാമത്ത്. അവിടേക്കാണ് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന 2 പേപ്പർ ആവശ്യമാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ളതൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാം. ഒന്നെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് അവർ തരും. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ബർത്ത് സർട്ടിഫിക്കറ്റ്. അത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വിസ, പാസ്പോർട്ട്, ഇൻഷുറൻസ്, പിന്നെ നമുക്കിവിടെ കിൻഡർ ഗൾഡ്, എൽട്ടൺ ഗൾഡ് ഇതൊക്കെ കിട്ടും. അപ്പോൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല തരുന്നത്. അതായത് കിൻഡർ ഗൾഡ്, എൽട്ടൺ ഗൾഡ്, ഇതിന് മുട്ടർഷാഫ്റ്റ് ഗൾഡ്, ഇതിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള വേറെ ബർത്ത് സർട്ടിഫിക്കറ്റുകൾ കിട്ടും. പിന്നെ സാധാരണ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും, പിന്നെ ഒരു ഇൻ്റർനാഷണൽ ബർത്ത് സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിലോ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. അത് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് എടുത്ത് ചെന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായില്ല. അപ്പം ഞങ്ങൾ പോയി വന്നോട്ടെ. ഞങ്ങൾക്ക് ഇന്ന് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി. അതിന് വേറൊരു ദിവസത്തേക്ക് അവർ വെച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറേ ഇവിടെ കിട്ടുന്നു, കുറേ ഇങ്ങനെ വേറെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നു. ഒരെണ്ണം ഇൻ്റർനാഷണൽ, ഒരെണ്ണം സാധാ സർട്ടിഫിക്കറ്റ്, ഒരെണ്ണം കിൻഡർ ഗൾഡിന്, ഒരെണ്ണം മുട്ടർഷാഫ്റ്റ് ഗൾഡിന്. അങ്ങനെ നമുക്കൊരു 5-6 ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവർ തരും. നമ്മുടെ നാട്ടിലത്തെ പോലെ എന്തെങ്കിലും മുദ്രക്കടലാസിലൊന്നല്ല കേട്ടോ, ജസ്റ്റ് ഒരു പേപ്പർ അത്രേ ഉള്ളൂ. അതിൽ അവർ സീൽ വെച്ച് തരും. എന്ത് അപ്പോൾ 11 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. പിന്നെ ഞങ്ങൾ പോയ ഓഫീസിലത്തെ ചേച്ചി നല്ല അടിപൊളി ചേച്ചിയായിരുന്നു. പിന്നെ നമ്മളെല്ലാ സർട്ടിഫിക്കറ്റും കറക്റ്റ് ഓർഡറിൽ തന്നെ വെച്ച് കൊണ്ടുപോയ കാരണം പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു കേട്ടോ. എല്ലാ പരിപാടികളും പെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ പെട്ടെന്ന് വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഞാനല്ല ഉണ്ടാക്കിയത്, എൻ്റെ ഹസ്ബൻഡാണ്. ഈ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ 6 ആഴ്ച കഴിഞ്ഞിട്ട് ഇനി 6 ആഴ്ചയാണ്, റെസ്റ്റല്ല,
ഞായറാഴ്ച കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഞാനത് പരമാവധി മുതലെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ മുളപ്പിച്ചത്, അത് കറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കിങ്ങനെ കുസ്കുസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് എളുപ്പമാണ്. അപ്പോൾ അതിൽ ക്യാരറ്റ്, റാഡിഷ്, കുക്കുംബർ, ക്യാപ്സിക്കം, തക്കാളി ഇതൊക്കെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് ചെറുനാരങ്ങയും ബട്ടറും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. നല്ല സൂപ്പർ ഫുഡാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിങ്ങനെ കുറച്ചെടുത്ത് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ കഴിക്കും. സൂപ്പർ. മിസ്സു പോവാം ഷോപ്പിങ്ങിന്, വാ വാ. ഒരു ദിവസം ഒരു 10,000 ഉമ്മ, അതാണ് അവളുടെ കണക്ക്. ഇങ്ങോട്ട് വാ, മതി ഉമ്മ, വാ പ്ലീസ്. ഇനി നമുക്ക് പിന്നെ ഉമ്മ വയ്ക്കാം, വാ. അപ്പോൾ ഇസും അപ്പയും കൂടി ഷോപ്പിങ്ങിന് പോയേക്കാണ്. അപ്പോൾ നമ്മുടെ സെക്കേലുകുട്ടൻ കിടന്നുറങ്ങാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. പുതിയൊരു അതിഥി നമ്മുടെ വീട്ടിലോട്ട് വന്നതിന് അവർ നമുക്ക് ഒരു സന്തോഷത്തിൻ്റെ പേരിലൊരു ഗിഫ്റ്റ്, കുഞ്ഞൊരു ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഇതിങ്ങനെ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യില്ലേ, അപ്പോൾ നമുക്കിങ്ങനെ കഴുത്തിലിങ്ങനെ ചുറ്റിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു ഐറ്റമാണത്. പിന്നെ നമ്മുടെ കുട്ടി ഇപ്പോൾ ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പേരിടാം. അതായത് വലിയ സീൻ വരുന്നില്ല. ഫസ്റ്റ് നെയിം ഇടണമെങ്കിൽ ഇടാം, മിഡിൽ നെയിം, ഫസ്റ്റ് നെയിമും പിന്നെ മിഡിൽ നെയിമും, പിന്നെ കുട്ടിയുടെ സർനെയിം എന്ന് പറയുന്നത് കുട്ടിയുടെ അപ്പൻ്റെ പേരെന്താണോ അതായിരിക്കും കുട്ടിയുടെ സർനെയിം വരുന്നത്. അതല്ല, ഇപ്പോൾ ജർമ്മനിയിൽ കുറച്ച് നിയമങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ജർമ്മനിയിൽ 5 വർഷമായി. ഇപ്പോൾ അപ്പനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് PR ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക്, ജനിക്കുന്ന കുട്ടിക്ക് അവകാശമുണ്ട് ജർമ്മൻ സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ട്. അതപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ജർമ്മൻ നിയമങ്ങളനുസരിച്ച് വേണം പേരിടാനായിട്ട്. അതായത് കുട്ടിയുടെ ജെൻഡറിനനുസരിച്ച് പേരിടേണ്ട വരും. നമുക്ക് തോന്നിയ പോലെ പേരിടാൻ പറ്റില്ല. അതപ്പോൾ തന്നെ കുട്ടിയുടെ സർനെയിം, അപ്പൻ്റെ സർനെയിം എന്താണോ അതായിരിക്കും കുട്ടിക്ക് സർനെയിമായിട്ട് വരുന്നത്. ഫാമിലി നാമേ ഫോർനാമേ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. ഫോർനാമേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നെയിം, ഫാമിലി നാമേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് നെയിം. അപ്പോൾ ഈ സർനെയിം എന്ന് പറയുന്നത് അപ്പൻ്റെ സർനെയിം എന്താണോ അത് തന്നെ കുട്ടിക്കും വരും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മാരേജ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അവകാശം, എന്നിട്ട് നമുക്കൊരു കുട്ടി ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അവകാശം പൂർണ്ണമായിട്ടും അതിൻ്റെ അമ്മയ്ക്കായിരിക്കും വരുന്നത്. അപ്പന് അവകാശമൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ കേസ് വരാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ സർനെയിം എന്താണോ അതായിരിക്കും കുട്ടിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊന്നാണ് ഈ മാരേജ് രജിസ്റ്റർ ചെയ്തിടുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇസു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ ഇസു സൂപ്പർ മാർക്കറ്റിലേക്ക് അപ്പൻ്റെ കൂടെ ചാടി തുള്ളി പോകുന്നത് വേറെ ഒന്നിനല്ല, ഡോണറ്റ് വാങ്ങിക്കാനാണ് അല്ലേ? ഐസ്ക്രീം. അതെ, അവൾക്ക് അവളുടേതായ ഒരു ലിസ്റ്റ് ഉണ്ട്, അതൊക്കെ വാങ്ങിക്കാനാണ് ആൾ പോകുന്നത്. അപ്പം ഞങ്ങൾ 2 പേരും കൂടി ഡോണറ്റ് കഴിച്ച് ഇവനെ കൊതിപ്പിക്കുകയാണ്. ഈ ചെക്കനാണെങ്കിൽ ഉറങ്ങുകയും ചെയ്തു, വെച്ചിരിക്കണു. അപ്പം സമയം 5:45 ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ സ്ലീപ്പിംഗ് ബാഗാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ബ്ലാങ്കറ്റ് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ മേത്തിടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ ആക്കി മുഖത്തോട്ട് വന്ന് ശ്വാസം മുട്ടും. അപ്പോൾ ഇങ്ങനത്തെ സ്ലീപ്പിംഗ് ബാഗിൽ ഇടുന്നതായിരിക്കും ബെറ്റർ അല്ലേ? മുന്തിരി കഴിക്കാനായിട്ട് സോ വാ. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു ഡേ വെച്ചുകൊണ്ടിരിക്കുന്നത്. സമയം 5:45. ഞങ്ങളിതേ കുറച്ച് മുന്തിരി ഇവർ ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്തിരി കഴിക്കും. പിന്നെ ഈ ഒരു ടൈമിൽ ഞാനിനി ബ്രെഡും ചീസൊക്കെ കൂടി കഴിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും കേട്ടോ. സംഭവം ഞങ്ങൾക്ക് 3 ആൾക്കും ബ്രഷ് ചെയ്തിട്ട് കിടന്നുറങ്ങും. ഞങ്ങൾക്ക് 3 ആൾക്കും ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങാം, ഇതാണ് പണി
ആക്ച്വലി ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കേണ്ടത് എൻ്റെ റൂബി മോൻ്റെയാണ്. കാരണം മുഖം കാണിക്കും. കാരണം ആളാണ് ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ പണിയും ചെയ്യുന്നത് അല്ലേ? ആളെ ഞാനൊരു കുടുംബിനി ഒരു കുലസ്ത്രീയാക്കി മാറ്റി. അപ്പം ആളാണ് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞാൻ മെയിനായിട്ടും ഈ വീഡിയോ എടുക്കാൻ കാരണം ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ 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 എന്ന് പറയും. ബൈ ബൈ. ചൂസ്. ടാറ്റ.